ഇ.പി. ജയരാജനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ CPM ശ്രമിക്കുന്നുണ്ടാവും. ഇ.പി. ജയരാജൻ്റെ ആത്മകഥ പാർട്ടി എങ്ങനെയാണ് വിലയിരുത്തുന്നത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു. DC ബുക്സുമായിട്ട് അത് പ്രകാശനം ചെയ്യാൻ തിരഞ്ഞെടുത്തു. അതെല്ലാം ശരിയാണ്. പക്ഷേ ഇന്നലെ ഇത് പുറത്തു വന്നത്, ആത്മകഥയിലെ പരാമർശങ്ങൾ ഇന്നലെ പുറത്തു വന്നത് വി ഡി സതീശൻ്റെ കൂടി ഉപദേശത്തിൻ്റെ ഭാഗമായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആത്മകഥയിലെ പല ഭാഗങ്ങളും ഇന്നലെ പുറത്തു വന്നത് ആ ദിവസം തന്നെ, ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ആത്മകഥയിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് സതീശൻ്റെ കൈ സംശയിക്കാവുന്നതാണ്. പക്ഷേ ആത്മകഥയിൽ പറയുന്ന പല കാര്യങ്ങളും നിഷേധിക്കാൻ, അതിൻ്റെ ഉള്ളടക്കം, അകക്കാമ്പ് നിഷേധിക്കാൻ ഇ.പിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇ.പി. ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞ വിവാദപരമായ പരാമർശങ്ങൾ വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പുറത്തുവിട്ടതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് ശരിയായി മനസ്സിലാക്കേണ്ടത്. അതിന് പിന്നിൽ വി ഡി സതീശൻ്റെ ബുദ്ധി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, ഈ ആത്മകഥ കൊണ്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പുകൾ മൊത്തത്തിൽ, ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ മൊത്തത്തിൽ BJPക്കും NDAക്കും ഗുണകരമാവുന്ന തെരഞ്ഞെടുപ്പാണ്. അല്ല, അതെനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ മാധ്യമങ്ങളുമായിട്ടാണോ അതല്ല ഇ.പിയുമായിട്ടാണോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതാണ്. DC ബുക്സുമായിട്ടാണോ അതല്ല നിങ്ങൾ പത്രമാധ്യമങ്ങളുമായിട്ടാണോ പിന്നെ ഇ.പി. ജയരാജനുമായിട്ട് തന്നെയാണോ അതൊന്നും എനിക്കിപ്പോൾ അത് പറയാൻ ഞാനൊരു ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനല്ല. പക്ഷേ ഇന്നലെ ആ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ, ആ ദിവസം തന്നെ പുറത്തു വന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അങ്ങനെയല്ല. സാധാരണ ഒരു പുസ്തക പ്രകാശനം വരുമ്പോൾ ആ പുസ്തക പ്രകാശനം നടത്തുന്ന കമ്പനിയോ അതല്ലെങ്കിൽ പുസ്തകം എഴുതിയ ആളോ ഒഫീഷ്യലായിട്ട് അവരുടെ പരസ്യങ്ങൾ പുറത്തുവിടാറുണ്ട്. ഈ വിഷയത്തിൽ നാം കണ്ടത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ വി ഡി സതീശൻ്റെ തിരക്കഥ ഇതിലുണ്ടോ എന്ന് സംശയിക്കുന്നത്. കാരണം നേരത്തെ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, ഉടൻ പുറത്തു വരുമെന്നുള്ളൊരു പോസ്റ്റ് മാത്രമാണ് ഇട്ടത്. പിന്നീട് അത് ടൈംസ് ഓഫ് ഇന്ത്യയിലോ മറ്റോ ഏതൊരു പത്രത്തിലാണ് ആദ്യമായിട്ട് വിശദാംശങ്ങൾ വരുന്നത്. എത്ര അത്ഭുതം! പലർക്കും ഒന്നുമില്ല. നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ പണി ചെയ്യുന്നുണ്ട്. AKG സെൻറ്ററിലാണ് കണ്ണൂരിലെയും തൃശ്ശൂരിലെയും ഒക്കെ പല CPM നേതാക്കൾക്കും വോട്ട്. ഇത്ര വലിയ ആനക്കാര്യമായിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് കണ്ടാൽ വിചാരിക്കും. BJP ജില്ലാ പ്രസിഡന്റിന് പാലക്കാട് പാർട്ടി ഓഫീസിൽ വോട്ട്. MP ഗോവിന്ദൻ അവിടെ വോട്ട്? അല്ല, MP ഗോവിന്ദനല്ല, പല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും താമസിക്കുന്നത്, അവർ വോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. വലിയ കാര്യമൊന്നുമല്ല. ഇല്ല, 2 ID കാർഡ് അവിടെ വോട്ടില്ലല്ലോ. അല്ല, ഒരു സ്ഥലത്ത് വോട്ട് ചേർത്താൽ, ഇപ്പം ഞാൻ നേരത്തെ എൻ്റെ സ്വന്തം സ്ഥലമായ ഉള്ളിയേരിയിൽ നിന്ന് കാസർഗോഡ് വോട്ട് ചേർത്തിരുന്നു, ഞാൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന കാലത്ത്. അപ്പോൾ എൻ്റെ വോട്ട് വെട്ടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 2 വോട്ടുണ്ടത്, ഞാനല്ല. അതിലൊന്നും ഒരു അർത്ഥമില്ല. ഇത് നേരത്തെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് വോട്ടുകൾ വേറെ സ്ഥലത്തു നിന്ന് ചേർത്തിട്ടാണ്, പൂരം കലക്കിയിട്ടാണ്. നിങ്ങൾ വഴി കണ്ടുപിടിക്കുകയാണ്. 23-ാം തീയതി പറയാനുള്ള കാര്യമാണ്, ഇന്നേ പറയേണ്ടിയിരുന്നില്ല കേട്ടോ. 23-ാം തീയതി പൂരം കലക്കിയത് പറയാനുള്ളത് എന്തെങ്കിലും ഒന്ന് പറയാൻ ബാക്കി വെക്കണമായിരുന്നു, ഇന്നേ പറയേണ്ടിയിരുന്നില്ല. അതല്ലെങ്കിൽ 23-ാം തീയതി ആവർത്തിക്കാനാണ് തീരുമാനം. അല്ല, ആരാണ്? ഞങ്ങൾക്ക് എന്താ ബന്ധമില്ല ചെറുതുരുത്തിൽ.
ചെറുതുരുത്തിയിൽ കാശില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്. അല്ല, ചേലക്കരയിലും പാലക്കാടും. അതൊന്നും കുഴപ്പമില്ല. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ശരിയായ മുന്നേറ്റം ആര് നടത്തി എന്നുള്ളത് നമുക്ക് ബോധ്യമാവും. അല്ല, ഈ രീതിയിൽ ഈ പാർട്ടിക്ക് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന്. ഇപിക്ക് മാത്രമല്ലല്ലോ, ഈ പാർട്ടി തന്നെ തകർന്ന് തരിപ്പണാവുമല്ലേ. ചിഹ്നമില്ല. ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ ചിഹ്നമില്ല, പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചിഹ്ന ഭിന്നമാവും. പാർട്ടി തകർന്ന് തരിപ്പണമാവും. പാലക്കാട്ടല്ല, കേരളത്തിൽ മൊത്തത്തിൽ. ഞാൻ എപ്പോഴും ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഒരു അവാർഡ് കൊടുത്ത് വിടാം. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അതിന് കാരണമുണ്ട്, ചരിത്രത്തിൻ്റെ യാദൃശ്ചികത. പിണറായിയിൽ തന്നെ തുടങ്ങി പിണറായിയെ കൊണ്ട് തന്നെ അസ്തമിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇത് മാറും. അതിനുള്ള ആക്കം കൂട്ടുന്ന ഒരു വിധിയായിരിക്കും ഈ 23-ാം തീയതി വരാൻ പോകും. പി ജയരാജനോട് ചോദിക്കണം നിങ്ങൾ എന്താ ചിഹ്നത്തിന്റെ പേര് കേട്ടോ. LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്റെ പേര് രണ്ടുപേരോട് ചോദിക്കണം. ഒന്ന് പിയോടും ചോദിക്കണം, ഒന്ന് ശിവൻകുട്ടിയോടും ചോദിക്കണം. കോൺഗ്രസിൽ എന്ത് ആചാരം? കാട്ടുവഴിക്ക് എന്ത് സംക്രാന്തി എന്ന് ചോദിച്ചു. കോൺഗ്രസിനുണ്ട് ആചാരം? കോൺഗ്രസിന് എന്ത് ആചാരം? നൂറ് ശതമാനം. നിങ്ങൾക്ക് പലർക്കും അറ്റാക്ക് വരും. അതാണ് എനിക്കൊരു പേടി. നിങ്ങളെ പല റിപ്പോർട്ടർമാർക്കും മുതലാളിമാർക്കും അറ്റാക്ക് വരും. പിണറായി വിജയൻ തന്നെ വരികയല്ലേ? വരണം, കൂടുതൽ വെക്കണം. 6 പരിപാടിയാണ് പിണറായി വിജയൻ. അതിൽ വെക്കുന്നത് എത്ര? 6 4 ഒരു 16 എണ്ണം വെക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികം പ്രചാരണത്തിന് പോവാത്ത ഒരു മണ്ഡലം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികം പ്രചാരണത്തിന് പോവാത്ത ഒരു മണ്ഡലം ഉണ്ടായിരുന്നുള്ളൂ. അതേതാണെന്നറിയോ? ഏതാ? ആലത്തൂര്. അതെ, ഇപ്പൊ ഒരു തരി അവിടെ മാത്രമേ ഉള്ളൂ. അല്ല, ഞാനൊരു വസ്തുത പറഞ്ഞതാണ്. വ്യാഖ്യാനം നിങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണല്ലോ. ചോദിച്ചു ഏഷ്യാനെറ്റ് വൈകുമെന്നല്ല, എന്തായാലും ചോദിക്കേണ്ട ചോദിച്ചു. നിങ്ങൾക്ക് പരാതിയില്ല ഞങ്ങളെ വോട്ട് അധികം ചേർത്തുന്നുള്ളത്? റിപ്പോർട്ടറിന് മാത്രമേ ഉള്ളൂ. എത്ര വോട്ടുണ്ട്? എത്ര വോട്ടുണ്ട്? അങ്ങനെ കൃത്യമായിട്ട് അറിയാതെ നിങ്ങൾ എങ്ങനെ ഒരു ഒന്ന് ചൂണ്ടിക്കാണിച്ചേ ആ 2800 എവിടെയാണെന്ന്? 15 വോട്ട് പറഞ്ഞിട്ടാണോ അവിടെ? 15000 വോട്ടിന് ജയിക്കുന്ന ഞങ്ങൾ ഇനി ഒരു 15 വോട്ട് വെച്ചിട്ടാണോ? ജില്ലാ പ്രസിഡന്റിന്റെ വോട്ടിനാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ഇവിടെ തന്നെയാണ് താമസം 3 കൊല്ലമായിട്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ചെന്നിത്തലയ്ക്കും മുരളീധരനും മനസ്സിലാവുന്നില്ല ഒന്നും. അതാ എനിക്ക് പിടികിട്ടാത്തത്. പ്രതിപക്ഷത്തിനെതിരെ തന്നെ വലിയ പ്രതിപക്ഷം ഉണ്ടായിരിക്കണം. അതാണിപ്പോൾ ഉള്ളൊരു പ്രധാന കാര്യം. സാധാരണ ഭരണകക്ഷിക്കെതിരെ പ്രതിപക്ഷം ഉണ്ടാവും. ഇവിടെ പ്രതിപക്ഷത്തിനകത്ത് തന്നെ വലിയ പ്രതിപക്ഷമാണ്.
ഇന്നലെ ആ പൂരം നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും പുറത്ത് പോയിട്ട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം നിന്നു അല്ലേ? തരാ ആദ്യത്തെ 3/4 മണിക്കൂർ കൊള്ളാം. നിങ്ങളെല്ലാം ദൂരത്ത് നിന്ന് UDFന് മാത്രം സഹായിക്കുന്നത് ഞാൻ രാത്രി എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത്. അല്ല, എല്ലാവരും കൊടുത്തു. ഒരു 2 സെക്കൻഡ് പോലും ഇല്ല. ശ്രീകണ്ഠൻ ആഞ്ഞു വലിക്കണം എന്നല്ലേ ഞാൻ പറയാം. തെറ്റെന്താ? വേറെന്താ? കഴിഞ്ഞല്ലേ? EP തുടങ്ങിയോ? EP പഠിപ്പിക്കുമായിരിക്കും അല്ലേ? പക്ഷെ ആര് പഠിപ്പിക്കുന്നല്ലേ? AK പാലം പഠിപ്പിക്കുമോ അല്ല ജില്ലാ സെക്രട്ടറി പഠിപ്പിക്കുമോ? രണ്ടും പഠിച്ചാൽ പൂജയായി പോകും. കാരണം NN കൃഷ്ണദാസും സംഘവും ഒരു കാര്യം പഠിപ്പിക്കും, അപ്പുറത്ത് ജില്ലാ സെക്രട്ടറി വേറൊരു കാര്യം പഠിപ്പിക്കും. സാധാരണ ഇത് കോൺഗ്രസ്സിലാണ്. ഇപ്പോൾ CPM അതിനേക്കാൾ വലിയൊരു കോൺഗ്രസ് ആയിരിക്കും.